പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്നും ഞാനൊരു വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണ്, അതായത് ഓണം സ്പെഷ്യൽ ഡിഷ് തന്നെയാണ്. അപ്പം സാധാരണ ഓണത്തിന് വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഇന്ന് ഞാനൊരു കൂട്ടുതോരൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സാധനം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബീൻസ്, സാധാരണ നമ്മുടെ ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, ഇതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിനുള്ള കൊച്ചുള്ളി, ഞാൻ കാന്താരി എൻ്റെ ഉള്ളത് കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. അതുപോലെ കൊച്ചുള്ളിക്ക് പകരം സവാള യൂസ് ചെയ്യാം. ഞാൻ ഇതെല്ലാം ഒരുപോലെ അരിയാനായിട്ട് കൊത്തിയാണ് അരിയുന്നത്. ഇങ്ങനെ ഇത് കൊത്തിയതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഇങ്ങനെയാണ് അരിയുന്നത്. ബീൻസ് ആണെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ മധ്യഭാഗത്തോട് ഇങ്ങനെ ഒന്ന് പിളർന്നതിന് ശേഷം ഇങ്ങനെ അരിയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ കിടക്കും, അതാണ് അതിൻ്റെ താല്പര്യം. ക്യാബേജും കൊത്തി അരിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. തന്നെയല്ല, നിങ്ങൾക്ക് വെജിറ്റബിൾ ചോപ്പറിനകത്ത് അരിയുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ വലിയ പീസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് കൊത്തും, എന്നിട്ടിത് ഇങ്ങനെ അരിയും. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഈ ചെറിയ ഉള്ളി വേണം അരയ്ക്കാനെടുക്കാൻ. വലിയ ഉള്ളി നമുക്ക് കടുക് വറക്കാനൊക്കെ എടുക്കാം. അപ്പോൾ കൊച്ചുള്ളി ഇട്ടു, പിന്നെ ഒരു 2 വെളുത്തുള്ളി ഇട്ടു, തേങ്ങ ഇട്ടു. പിന്നെ നമ്മൾ ഈ തേങ്ങ ഒന്ന് വകഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കറിവേപ്പില കടുക് വറക്കുമ്പോൾ ഇട്ടില്ലെങ്കിലും തരക്കേടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരയാനായിട്ടാണ് ഇടയിലേക്ക് കലർത്തി ഇടാൻ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് കാന്താരിയാണ്. നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. എൻ്റെ വീട്ടിലെ കാന്താരിയാണ്, അപ്പോൾ ഞാനത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, കാന്താരിയാണ് നല്ലത് കേട്ടോ ബി പിക്കൊക്കെ. പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ടാൽ മതി. അതും എരിവനുസരിച്ച്, ഉപ്പും എരിയും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചേർക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂണോളം മഞ്ഞൾ, ഇതൊന്ന് ചതച്ചെടുക്കണം നമുക്ക്. ഇത് ഞാൻ വിപ്പിനകത്തിട്ട് അത് ഇളക്കി ഒന്ന് ഇട്ട് അരച്ചെടുത്താൽ മതി. അരപ്പിപ്പം നമുക്ക് നല്ല പരുവത്തിന് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ വയ്ക്കാം. ചുവട് നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. ഞാൻ സാധാരണയായിട്ട് കൂടുതൽ എടുക്കുന്നത് ക്യാബേജാണ്. അതിൽ കുറച്ച് ബീൻസ്, ഏറ്റവും കുറച്ച് ക്യാരറ്റ്. കാരണം ക്യാരറ്റിനൊരു ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പാത്രം നന്നായിട്ട് ചൂടാവുന്ന ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടുന്ന ഉടനെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടണം, കുറച്ച് ചുമന്നുള്ളി ഇടണം. ഇത് നമ്മൾ ആദ്യമേ ഒന്ന് കടുക് വറക്കാനായിട്ടാണ്. കറിവേപ്പില ഇഷ്ടം പോലെ അരച്ചതാണ്, അതുകൊണ്ട് സാധാരണ ഞാൻ കറിവേപ്പില ഇടാറില്ല, കാരണം അതങ്ങ് മൂത്ത് പോകുമല്ലോ. അതുകൊണ്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുന്നുണ്ട് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. കൊച്ചുള്ളി നിങ്ങൾക്ക് പൊളിക്കാൻ മടിയാണെങ്കിൽ സവാള ഇടാം, പക്ഷേങ്കിൽ കൊച്ചുള്ളിയുടെ രുചി സവാളയ്ക്ക് ഉണ്ടാകത്തില്ല. ഇത് മൂക്കണ്ട, നന്നായിട്ട് വഴന്നാൽ മതി. അപ്പം ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടാം. അരപ്പൊന്ന് വാടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പിന് കുറച്ച് ഉപ്പ് മുമ്പോട്ട് നിൽക്കണം, എങ്കിലേ നമ്മൾ അരിഞ്ഞ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് കാണത്തുള്ളൂ. ചെറിയ തീയിലിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അരപ്പൊന്ന് വാടിക്കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആദ്യം ഇടാം. ക്യാബേജിനകത്ത് വെള്ളമുണ്ടല്ലോ, അപ്പം നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ക്യാബേജ് ഇട്ടു, പിന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടു, ബീൻസ് ഇട്ടു. ത്രിവർണ്ണ പതാകയുടെ കളറാണല്ലേ. പിന്നെ നമ്മൾ അരച്ച മിക്സിയിൽ നിന്ന് ഒരല്പം വെള്ളം. തീ വളരെ കുറച്ചിടണം, ഒന്ന് അടച്ചു വയ്ക്കട്ടെ, അതിന് ആവി ഒന്ന് കയറാനായിട്ടാണ്. നല്ല എയർ ടൈറ്റായിട്ടുള്ള അടപ്പുകൊണ്ട് വേണം അടയ്ക്കാൻ, അല്ലെങ്കിൽ ആവി മേളിലോട്ട് പോയാൽ അടിയിൽ അരപ്പ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല മുറുക്കമുള്ള ആവി അതിനകത്ത് തന്നെ നിൽക്കുന്ന പോലുള്ള അടപ്പുകൊണ്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കാൻ. ഇപ്പോഴും ഞാനിത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ശകലം പോലും ആവി ഇതിൽ നിന്ന് പോകുന്നില്ല. വെള്ളം നിങ്ങൾക്ക് കാണാമല്ലോ. ആ തീയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തീയിലാണ്. മിനിമം ഫ്ലെയിം അല്ല, പക്ഷെ നമ്മൾ ആ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലുള്ള ഒരു ലോവസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതാണ് തീ കാണാൻ പോലുമില്ല, ചെറിയത്, അതിലാണ് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സ്ലോ കുക്കിംഗ് ആണ്. പിന്നെ ആ വെജിറ്റബിളിൻ്റെ കളറ് അങ്ങ് പോകാതെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റായി. അപ്പോൾ ഇത് ഞാനൊന്ന് ഇനി തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ചു വയ്ക്കണ്ട. പിന്നെ ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് നോക്കാം. ഇതിൻ്റെ ചട്ടിയുടെ അടിയിൽ പിടിച്ചിട്ടേ ഇല്ല. അതിൻ്റെ അർത്ഥം സ്ലോ കുക്കിങ്ങിലും അതുപോലെ തന്നെ ആവിയിൽ നല്ല അടപ്പുകൊണ്ട് ടൈറ്റായിട്ട് അടച്ച് വേണം വയ്ക്കാൻ. അതുപോലെ തന്നെ ഫ്ലെയിമും കുറച്ച് വയ്ക്കണം. അതല്ലാതെ ചെയ്തിട്ട് തോരൻ കരിഞ്ഞു പോയാൽ എന്നെ വഴക്ക് പറയരുത് കേട്ടോ. ഇനി ഇത് മെല്ലെ മെല്ലെ അങ്ങ് തോർന്നോളും. അതോടെ ബാക്കി ഭാഗം വേവുകയും ചെയ്തോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പൂർണ്ണമായിട്ടും തോരുന്നിടം വരെ. ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ? ഇപ്പോൾ മഴ പെയ്യുന്ന പോലെ. അതിൻ്റെ അർത്ഥം വെള്ളം നന്നായിട്ട് പറ്റി ഇത് നന്നായിട്ട് തുറന്നു. പൂക്കളം പോലത്തെ നമ്മുടെ കൂട്ടുതോരൻ റെഡിയാണ്. ഞാനൊന്ന് തീ കൂട്ടി വെച്ചപ്പോൾ ശബ്ദം കേട്ടോ, പൊട്ടുന്ന പോലെ ശബ്ദം. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അല്ലാത്തപ്പോഴും നല്ലതാണ്. കാര്യം ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റാണിത്. ഇതിനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല അത്തപ്പൂക്കളം പോലത്തെ ഒരു തോരനല്ലേ. ഓൾറെഡി കുറേ റെസിപ്പീസ് ഞാൻ ഓണത്തിന് ഇട്ടു. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ I am signing off and you stay safe.